മിശിഹ, നിന്നെ പ്രസവിച്ച മറിയാം, നിന്നെ മാമോദീസ മുഖിയ യൂഹാനോൻ ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഞങ്ങളോട് കരുണയുണ്ടാകണമേ.
വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം രാമകൾ ഇടപെടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞിരുന്നത് ഓർത്തുകൊള്ളുകയും നിങ്ങൾക്ക് ആത്മീയവർദ്ധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടുകൂടെ അവകാശം തരുവാനും കഴിയുന്നതിന് ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. ആരുടെ വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. എന്റെ മുട്ടിലും എന്നോടുകൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇങ്ങനെ പ്രയത്നം ചെയ്യുന്ന പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുവാനും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു ഞാൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങളോട് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കൊണ്ടുവത്തി എല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു. എല്ലാവരും വളരെ കരഞ്ഞു. ഇനിമേൽ എന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ വാക്കിനാൽ അവർ ഏറ്റവും ദുഃഖിച്ചു. പൗലോസിനെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. കപ്പലോളം അവരോടുകൂടെ അവനെ യാത്ര അയച്ചു. ഹബീബായി ബാധിക്കുമോ
ഏതു നേരത്താണ് നിങ്ങളുടെ യജമാനൻ വരുന്നതെന്നറിയാത്തതിന് നിങ്ങളെല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുകയും ഏത് യാമത്തിൽ കള്ളൻ വരുമെന്നറിയാമായിരുന്നു എങ്കിൽ വീട്ടുടമസ്ഥൻ ജാഗ്രതയോടെ ഇരിക്കുകയും തൻ്റെ വീട് കവർച്ച ചെയ്യുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുകയും. ആകയാൽ മനുഷ്യപുത്രൻ വരുന്നത് നിങ്ങൾ വിചാരിച്ചിരിക്കാത്ത നേരത്താകുമെന്നതിനാൽ നിങ്ങളും ഒരുങ്ങിയിരിക്കുകയും തക്ക സമയത്ത് വീട്ടിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയമിച്ചാക്കി വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആരായിരിക്കും? യജമാനൻ വരുമ്പോൾ ഇപ്രകാരം ചെയ്യുന്നതായി കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ തനിക്കുള്ള സകലത്തിൻ്റെ മേലാവായിട്ട് ആ ദാസനെ നിയമിക്കുമെന്ന് ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു. എന്നാൽ ദുഷ്ടദാസൻ തൻ്റെ യജമാനൻ വരുവാൻ താമസിക്കുന്നുവെന്ന് മനസ്സിൽ വിചാരിക്കുകയും കൂട്ടുകാരെ അടിക്കുവാൻ തുടങ്ങുകയും മദ്യപന്മാരോടുകൂടി തിന്നുകയും കുടിക്കുകയും ചെയ്താൽ ആ ദാസന്റെ യജമാനൻ അവൻ വിചാരിച്ചിരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയും വന്ന് അവനെ പിരിച്ചുവിടുകയും അവൻ്റെ അവകാശം കപടഭക്തന്മാരോടുകൂടെ ആക്കുകയും ചെയ്യും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് താൻ അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധിയുണ്ടാകട്ടെ. കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതി സദാ നേരത്തിൽ ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരായി. തൻ്റെ ശരീരം മുറിച്ച് നമുക്ക് ഭക്ഷണം നൽകി തൻ്റെ രക്തം പകർന്ന് നമ്മെ കുടിപ്പിക്കുകയും തൻ്റെ സ്വർഗരാജ്യം നമുക്ക് അവകാശപ്പെടുത്തി തരികയും ചെയ്ത ഉത്തമനാഥനായ കർത്താവിന് ദൈവികമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്ത് സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാവുന്നു. ബുക്കുലഹും അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുമ്പാകെ പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെ ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെ ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെ വന്യപിതാവിന്റെ കൈകളാൽ മുദ്രിക്ക് വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട്
വെടിപ്പാക്കുന്നവൻ ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാതിരേകത്താൽ എൻ്റെ കർത്താവെ എണ്ണപ്പെടുവാൻ പാടില്ലാത്തവണ്ണം വളരെ വലിയമായ എൻ്റെ പാപങ്ങൾ വിശ്വാസവും നിന്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെ നീ മായിച്ചു കളയണമേ. ഉത്തമനെ ദയവ് തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയിൽ ഞങ്ങളെ ഓർക്കണമേ. എൻ്റെ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോരുടെയും വിശുദ്ധീമാർക്കുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോരുടെയും ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും നീ ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താദി കർത്താവ് ബൗദ്ധത്തിൻ്റെ നാഥനുമായ മശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകൻ വിമോചനവുമായിരിക്കണം. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായിച്ചു കളയണമേ. കർത്താവേ, കോപസൂചകങ്ങളായ വടികളെ ഞങ്ങളിൽ നിന്ന് വിലക്കി കടത്തിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയാന്ത്യം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുകുലസ് ബാലവൽ ബി. ഈറന്മാർക്കും മാലാഖമാർക്കും രഹസ്യവാനായ പിതാവാം ദൈവമേ, തിരുമുമ്പാകെ സ്നേഹപൂർവം ലോകത്തിന് പ്രത്യക്ഷപ്പെട്ടവനായ നിന്റെ പുത്രന്റെ മുമ്പാകെ തന്റെ ആവസിപ്പ് മൂലം ലോകത്തിന് പാപപരിഹാരം നൽകുന്നവനായ നിന്റെ പരിശുദ്ധ റൂഹായുടെ മുമ്പാകെ നിന്റെ ദൈവത്വം ഉദ്ഘോഷിക്കുകയും പരിശുദ്ധാതൃത്വം ആവസിക്കുകയും ചെയ്യുന്നതായ നിന്റെ പരിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ ഈ ബലി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടവക മുഴുവന്റെ കുറ്റങ്ങൾ മാഞ്ഞുപോകുന്നതിനും വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോരുടെ ആശ്വാസത്തിൽ നല്ല ഓർമ്മയ്ക്കും പര്യാപ്തമായി തീരുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം പാടുമാറാകണമേ. ഓശോ വബുകുലസ് ബാലവൽ ബി. അവിടുത്തെ പ്രാർത്ഥനകൾ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. നലോനക്കാബെ ഹുസോയോ ദുഖാബി ശുഭകോനോ ദാത്തോ
സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും പിതാവായ സത്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും പിതാവിനും പ്രകാശവും സത്യദൈവവും ജനിച്ചാലും കൃത്യനാഥനും സാരാംശത്തിനാഥനുമായ സ്വന്തമുള്ളവനും സകലോദാൻ മാത്രമായി നിർമ്മിച്ചവനും മനുഷ്യനായ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുമനസ്സായ പ്രകാരം പുറത്തിറങ്ങി വിശുദ്ധരൂപമായ ദൈവമായ ഹൃദയാമിൽ നിന്ന് ശരീരിയായി തീർന്ന മനുഷ്യനായി പത്യോസ് പിലാത്തോസ് ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി കുരിശിക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മനുഷ്യടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ നീ പരിപാലിക്കുന്നവനും തന്റെ രാജനവസാനമില്ലാത്തതുമായ യേശുവിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ സഹോദരങ്ങൾ, ശ്രേഷ്ഠരും ഗുരുക്കന്മാരും പിതാക്കന്മാരുമേ, ഞാൻ അർപ്പിക്കുന്ന ഈ പരിശുദ്ധ കുർബാന ദൈവമായ കർത്താവ് സ്വീകരിക്കേണ്ടതിന് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ പുറപ്പെട്ട് പിതാവിനോട് പുത്രനോട് വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെട്ടവനും ദിവ്യന്മാരും ശ്രീയന്മാരുമായ സംസ്ഥാനജനമായ ശിവനും വിഷ്ണുവായനും ആധുനികവും സൈനികവുമായ ഏകവസ്തുവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണ് നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരും പരിപാലിക്കുന്ന ലോകത്തിലെ പുതുജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ.
മധ്യവും പരിപൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതൻ നിന്റെ പരിശുദ്ധ റൂഹായി സ്തുതിയും സ്തോത്രവും പാടുമാറാകണമേ. ഓശോ വബുകുലസുബാനുവൽ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുമലത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. കർത്താവേ, അനശ്വരമായ നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെ ഏകജാതന്റെ നിന്റെ പരിശുദ്ധ റൂഹായുടെ തിരുവിഷ്ടം നിറവേറ്റുവാൻ ഇപ്പോഴും എന്നേക്കും ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യായി. ഓശോ വബുകുലസുബാനുവൽ കർത്താവേ, നിനക്ക് ഞങ്ങൾ അണയ്ക്കുന്ന ഈ സ്തോത്രബലി മുഖാന്തരം സകല അശുദ്ധ വിചാരങ്ങളെ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും നിന്റെ പരിശുദ്ധ റൂഹായി സ്തുതിയും സ്തോത്രവും പാടുമാറാകണമേ. ഓശോ വബുകുലസുബാനുവൽ ദൈവത്തിന്റെ സ്നേഹം ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടി എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും മേലിൽ പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മശിഹാ തമ്പുരാനിരിക്കുന്ന ആ മഹോ
നീതിമയന്മാരുടെ 1000 ആയിരങ്ങളോടും 10,000 10,000ങ്ങളോടും കൂടെ നിന്നുകൊണ്ട് തൃത്വസ്തുതികളാൽ നിന്നെ പുകഴ്ത്തുവാൻ ഞങ്ങളും യോഗ്യരായി തീരാനായി കതുക്കോ ഏനാൻ മുദ്രീന പാപമില്ലാത്തവൻ പാപികളായ നമുക്ക് വേണ്ടി തിരുവിഷ്ടത്തോടെയുള്ള മരണം അനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തൻ്റെ പരിശുദ്ധങ്ങളായ കൈകളിൽ അപ്പം എടുത്തുകൊണ്ട് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തൻ്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് കൊടുത്തുകൊണ്ട് അവരോടരുളി ചെയ്തു, ഇത് നിങ്ങളെല്ലാവരും വാങ്ങി ഭക്ഷിക്കുകയും നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യാജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാവുന്നു ഇത് വൽഹായി തലോലം അപ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയുണ്ടാക്കി കാസായും എടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തൻ്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്യും, ഇത് നിങ്ങളെല്ലാവരും വാങ്ങി പാനം ചെയ്യുകയും നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി ചൊരിയപ്പെടുകയും പാപമോചനത്തിന് നിത്യാജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ രക്തമാകുന്നു ഇത് വൽഹായി തലോ ഓലം കൊൽവി. ഞാൻ വരുന്നത് വരെ എൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം നടത്തിക്കൊള്ളുവീൻ എന്നരുളി ചെയ്തുകൊണ്ട് തൻ്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് ഇതിനെ താൻ ഭരമേൽപ്പിക്കുകയും ചെയ്തു. അദാമുദുസേ നിന്റെ സഭ നിന്റെ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളെയും ഓർക്കുന്നു. ഓരോരുവനും അവനവന്റെ പ്രവർത്തികൾക്ക് അനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന സംഭ്രമജനകമായി നിന്റെ പുനരാഗമനത്തെ അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും പശ്ചാത്താപപൂർവ്വം നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോട് സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നപേക്ഷിച്ചു പറയുന്നു. ബീതായിക്കാമുക്കിന ആബുഖാദമറോ അനുഗ്രഹം ചെയ്യണമേ.
കർത്താവേ, എന്നോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ചെയ്ത് ദയ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധ റൂഹ ആവസിച്ചുകൊണ്ട് ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹ തമ്പുരാന്റെ ശരീരമാക്കി പൂർത്തീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റൂഹ ആവസിച്ചുകൊണ്ട് ഈ കാസായിലുള്ള കലർപ്പിനെ ഞങ്ങളുടെ ദൈവമായ മിശിഹ തമ്പുരാന്റെ രക്തമായി രൂപാന്തരപ്പെടുത്തുമാറാകട്ടെ. കർത്താവേ, ഈ കുർബാനെ സംബന്ധിക്കുന്ന അനുഭവിക്കുന്ന എല്ലാവർക്കും ഇത് കടങ്ങളുടെ പരിഹാരത്തിനായി തീരുകയും തന്മൂലം നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതൻ നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം പാടുമാറാകണമേ. ഓശോ വബുകുല സുബാൻ ലവൽമീ. നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 മാർഗമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ സ്മരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിർമ്മപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രീസന്മാരായ ആബോന്മാർ ഇഗ്നാത്യോസിന് വേണ്ടിയും ആബോന്മാർ ബസേലിയോസിന് വേണ്ടിയും ആബോന്മാർ ഗ്രിഗോറിയോസിന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടവർ ആബോന്മാർ സോസിമോസിന് വേണ്ടിയും ഈ വന്ധ്യപിതാവിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനം അതിലെ ഇടയന്മാർക്കും പ്രശാന്തവുമായ ദീർഘായുസ്സും നൽകണമേ. സത്യവചനത്തെ ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ അതിൽ എഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുന്നു. ഓശോ വബുകുല സുബാൻ ലവൽമീ. ദൈവമായ കർത്താവേ, പലവിധമായ കണ്ട പരീക്ഷകളുടെ കവിട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരനും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കേൾപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശ്വസഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യമൈക്യവും അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരെ തീരുവാനായിട്ടും കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞെരുക്കത്തിലും ദാരിദ്ര്യത്തിലും ക്ലേശിക്കുന്ന എല്ലാവർക്കും നിന്റെ സഹായങ്ങൾ നൽകണമേ. അവരെയും അവരെ സഹായിക്കുന്നവരെയും നിന്നിൽ നിന്നുള്ള ദാനങ്ങളാൽ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതൻ നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം പാടുമാറാകണമേ. ഓശോ വബുകുല സുബാൻ ലവൽമീ. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഭവം ക്രിസ്ത്യൻ സമൂഹം മുഴുവൻ സുഹൃത്തുക്കളായി തീരുവാനായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കണം.
സ്തുതിയും സ്തോത്രം സമർപ്പിക്കുന്നു. ഓശോ ഭൂമിയിലെ സാരാംശങ്ങളും ഭാഗ്യങ്ങൾക്ക് യോഗ്യതകളോടും വിശുദ്ധിയുള്ളവളും മാത്രമുള്ള അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദേവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരെ, നിബിയന്മാരെ, പ്രസംഗക്കാരെ, സ്ത്രീയന്മാരെയും ദേവകേരിസ്ഥന്മാരെയും സഹോദരന്മാരെയും ഔദ്യാനന്മാരെയും ഭാഗ്യവാനും തന്റെ ജവാന്മാരുണ്ടാക്കാനുമായ മാറിയോഹാനും ഉദ്ധാനായും സെപ്പാശന്മാരും പ്രധാനിയും സഹോദരന്മാരും മുമ്പനുമായ പരിശുദ്ധനും മാതോളനുമായ മാസ്തേപ്പാനോസിനെയും സ്ത്രീയന്മാരും തലവന്മാരെ ഉന്നതപ്പെട്ടവർ പത്രോസിനെയും മാർമോലോസിനെയും നമ്മുടെ പിതാവായ മാർത്തോമാസ്ലിഹായെയും ശേഷ സഹോദരന്മാരെ ശുദ്ധിമതികളെ ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ഏകജാതന്റെ മാതാവായ പരിശുദ്ധ കന്യാമർത്തമറിയാമിനെ സഹോദരന്മാരുടെ കടിഞ്ഞൂലായ്മോ സ്തെഫാനോസിനെ ഞങ്ങളുടെ കാവൽ പിതാവായ മാർത്തോമാസ്ലീഹായി ഇടവകയുടെ കാവൽ പിതാവായ പത്രോസ് പൗലോസ്ലീഹന്മാരുടെയും ശേഷസാല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും ഓർമ്മയെ തിരുസന്നിധിയിൽ നോക്കുന്നു. നിന്റെ പരിശുദ്ധന്മാരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. അവരുടെ അണികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. അവരോടൊന്നിച്ച് ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായി സ്തുതിയും സ്തോത്രം പാടുമാറാകണമേ. ഓശോ വദ്കുലസുബാൻ ലവൽ കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്കായി ഏൽപ്പിച്ചു തന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുമ്പ് കൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കായും കുസ്തന്തീനാപ്പോലീസിനും എബേസോസിനും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊസ്ലിമിന്റെ 1-ാമത്തെ പ്രധാന ആചാര്യനും പുണ്യവാനും സ്ലീഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദമന്യാസ്യോസും അത്തനാസ്യോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയോസ്കോറോസും തിമോത്തിയോസും പീരക്സിനോസും അന്തീമോസും യോവാനീസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കുറിയിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭാ മുഴുവന്റെയും വിവേകമുള്ള വായുത്തോടും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേശസ്ഥലവും മറിയാം ശംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവരുമായ ഞങ്ങളുടെ പാത്രികേസ്മാർ സേവരിയോസും സത്യവിശ്വാസം നടത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ മാമാര്യാക്കുപൂർത്തനായ മാരപ്രേമം മാറിയാക്കും മറിസാക്കും മാധാനായും ദുഃഖിതന്മാരെ തലവനായ മാർബസ്വമായും മാർസമോദസ്തനെയും തിരഞ്ഞെടുക്കപ്പെട്ട മരമഹായും എന്തോ മാർബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർഗോറിയോസും മാർദ്യമനാസ്യോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൂടുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചിരുന്നവരായി ഇവരുടെ മുമ്പം ഇവരോടുകൂടെ ഇവരുടെ പിമ്പമുള്ളവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവേ, സത്യവിശ്വാസം ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാത്തവർ തെറ്റുകൂടാത്തവരുമായി ഞങ്ങളെല്ലാവരെയും നീയാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതൻ നിന്റെ പരിശുദ്ധ റൂഹായി സ്തുതിയും സ്തോത്രം പാടുമാറാകണമേ. ഓശോ വബുകുലസുബാൻ പാതുക്കമോരവരുടെയും സകലജനങ്ങളുടെയും ഉടനായിരിക്കുന്ന പിതാവാം ദൈവമേ,
സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി പ്രാപിച്ച വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സ്ഥലം മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും മരുകളെയും തന്റെ അടുക്കലേക്കായി എടുത്തുകൊണ്ടതായ നമ്മുടെ ദൈവവിഷയോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തന്റെ സ്വർഗരാജ്യം ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയനായിസോൻ എന്ന് ആശംസിച്ച് പറയണം. കർത്താവേ, കരുണയോടെ ഞങ്ങളുടെ വാങ്ങിപ്പോരെ നീ കടാക്ഷിച്ച് അവരുടെ കടങ്ങൾ പരിഹരിക്കുകയും അവരുടെ തെറ്റുകളെ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നിന്റെ ഏകപുത്രന്റെ തിരുശരീരരക്തങ്ങൾ അവരുടെ അവയവങ്ങളിൽ മറഞ്ഞിരിക്കുന്നുവല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണം പ്രാപിക്കുന്നു. ഞങ്ങളുടെ വാങ്ങിപ്പോരുടെയും അപരാധങ്ങൾ നീ ഓർക്കാതെ ഞങ്ങളെയും അവരെയും ക്രിസ്തീയാന്ത്യത്തിന് യോഗ്യരാക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യം വന്ധ്യവുമായ നിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവേ ശിമിശിയായിട്ട് നിന്റെ പരിശുദ്ധ റൂഹായിട്ട് നാമങ്ങളോടൊന്നിച്ച് സകലത്തിലും എന്നപോലെ ഈ കുർബാന വഴിയാണ് ബഹുദ്ധീകരിക്കപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യുവാൻ ഇടയാകണമേ. ഓശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഇവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവാകുന്ന യേശുമിശിഹ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടി എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആകിൽ പോയോ
ആശ്വാസവും, ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർക്ക് വിടുതലും, മകനെ പോയിരിക്കുന്നവർക്ക് തിരിച്ചുവരവും, സമീപസ്ഥർക്ക് നല്ല കാവലും, ഭിന്നിച്ചിരിക്കുന്നവർക്ക് സ്നേഹവും, ചിന്നിപ്പോയിരിക്കുന്നവർക്ക് ഉരവപ്പും, കാണാതെ പോയിരിക്കുന്നവർക്ക് കണ്ടെത്തലും, വിലപിച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും, ക്ഷീണിച്ചിരിക്കുന്നവർക്ക് വിശ്രമവും, അഗതികൾക്ക് സന്തുഷ്ടിയും, വിധവമാർക്ക് മനോധൈര്യവും സഹായവും, ദരിദ്രർക്ക് പോഷണവും സംതൃപ്തിയും, പാപികൾക്ക് പൂർണ്ണ മോചനവും, ആചാരത്തിന് നല്ല ഉന്നതിയും, ശുശ്രൂഷകർക്ക് വെണ്മ കൊടുക്കുകയും, നിന്റെ നിലവ് ഭൂമിയിലെ രാജ്യങ്ങൾ വാഴുകയും, യുദ്ധങ്ങൾക്കൊതുക്കവും, മരിച്ചവർക്ക് ആശ്വാസവും, ഞങ്ങൾക്ക് കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനവും നൽകണമേ. പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവൻ, യാചനകൾക്ക് മറുപടി നൽകുന്നവനുമായി ദൈവം തമ്പുരാൻ, നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധനായ നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതായ തത്വപ്രാർത്ഥന നുറുങ്ങിയ ഹൃദയത്തോടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവമായ കർത്താവേ, ദുഷ്ടനിൽ നിന്നും എല്ലാവിധ നിയമലംഘനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളും ഭോഷത്വങ്ങളും അകൃത്യങ്ങളും നീ ക്ഷമിക്കണമേ. ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഞങ്ങൾക്കും നീ പാപപരിഹാരകനായിരിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ അബുകുലസ് നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. കർത്താവേ, നിന്റെ ഏകജാതന് തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷിച്ചു നിൽക്കുന്ന നിന്റെ ജനങ്ങളെ, നിന്റെ ഇടവകയിലെ ആടുകളെ അവിടുത്തെ വലത് കൈ നീട്ടി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മശരീരങ്ങളെ നീ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം പാടുമാറാകണമേ. ഓശോ വബ്കുലസ് ബാൻ ലവൽ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. തകവേ വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സാരാംശത്തിലൊന്നായിരിക്കുന്നതും പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങൾ എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കൂടെ നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ
പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടി. തന്റെ തിരുമേനിയുടെ അമൂല്യമായ നഷ്ടാനുഭവങ്ങൾ മൂലം അതിനെ വീണ്ടെടുത്തു എന്ന പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടി. ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പരിപൂർണമാക്കി തയ്ക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ റൂഹായി നമ്മോടുകൂടി. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നുവന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. സ്തുതിയോട് രാജമകൾ ഹല്ലേലൂയ ഹല്ലേലൂയ നിന്മലമായ രാജഭാമിനിയും
പുത്രൻ്റെയും ജീവനുള്ള സർവ്വമായുടെയും നാമത്തിൽ തനിക്ക് സ്തുതി. ആമേൻ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. വന്യ കോർപ്പിസ് കൊന്നാച്ചൻ, വന്യ റമ്പാച്ചൻ, മദ്ബഹയിലെ ശുശ്രൂഷ, ഈ സ്വർഗീയ ആരാധനയിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന മലങ്കര സഭയുടെ വിവിധ പള്ളികളിൽ നിന്നും ദേശങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ആരാധകരായ മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, സഹോദരി സഹോദരന്മാർ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ആരാധനാ ജീവിതത്തിലെ പരിശുദ്ധ സഭയുടെ ഒരു വലിയ ഞായറാഴ്ചയാണ് ഇന്ന്. നാം എല്ലാവരും സ്നേഹപൂർവ്വം വിളിക്കുന്ന പുരോഹിതന്മാരുടെ ഞായറാഴ്ച. നമുക്കറിയാം, പുരോഹിതന്മാർ എന്ന് പറയുന്ന ആ വലിയ വൃന്ദത്തിൽ ശ്രേഷ്ഠ ആചാര്യന്മാർ, മേൽപ്പട്ടക്കാർ, ആചാര്യന്മാർ, പട്ടക്കാർ, ശമ്മാശന്മാർ, 3 പ്രത്യേക ഗണം ഒരുമിച്ച് കൂടുമ്പോൾ അവരെ പുരോഹിതന്മാർ എന്ന് വിളിക്കുന്നു. നമ്മുടെ അറിവിലും പരിചയത്തിലും ബന്ധത്തിലും ഉൾപ്പെട്ട മേൽപ്പട്ടക്കാർ, പട്ടക്കാർ, ശമ്മാശന്മാർ വാങ്ങിപ്പോയിട്ടുണ്ട്. മരിച്ചു പോയിട്ടുണ്ടെന്ന് പറയത്തില്ല, ഓർത്തഡോക്സ് സഭ പഠിപ്പിക്കത്തില്ല. വാങ്ങിപ്പോയി. അതിലൊരു പിതാവിൻ്റെ ഓർമ്മ ഇന്ന് നമ്മൾ സ്നേഹപൂർവ്വം ഓർത്ത് ഇവിടെ ധൂപം അർപ്പിക്കും. അത് നിങ്ങൾക്കറിയാം, പേരറിയാം. സഭാരത്നം, സീരിയ പത്രപുരത്തെയായി കാലം ചെയ്ത ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനിയിൽ ഏറ്റവും അധികം സ്നേഹിച്ച് ജീവിച്ച ആലയമാണ് പരിമലപ്പള്ളി. അദ്ദേഹത്തിൻ്റെ ഓർമ്മ യഥാർത്ഥത്തിൽ ഇന്ന് സൗകര്യാർത്ഥം അച്ഛന്മാർക്കും തിരുമേനിമാർക്കും വിശ്വാസികൾക്കും ഒക്കെ പങ്കെടുക്കാൻ വേണ്ടി നാളത്തെ ഒരു ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. മാവേലിക്കര സെൻറ്റ് പോൾസ് സുവിശേഷാലയത്തിൻ്റെ ചാപ്പലിൽ അദ്ദേഹം കബറടങ്ങിയിരിക്കുന്നു. നാളെ നിങ്ങളും ഞാനുമൊക്കെ അവിടെ പോകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ മനോഹരമായ ഒരു ആഹ്വാനം കർത്താവിൻ്റെ ഇന്നത്തെ വിശുദ്ധ ഏവങ്കേലിയോനിലൂടെ നിങ്ങൾ ഞാൻ തിരിച്ചറിയും, ഹൃദയത്തിൽ സ്വീകരിക്കണം. എന്താ ആഹ്വാനം? ആകയാൽ നിങ്ങളുടെ യജമാനൻ എപ്പോൾ വരുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതിനാൽ നിങ്ങളെല്ലാവരും ജാഗ്രതയോടെ ഇരിപ്പി. ഇന്നത്തെ ഏവങ്കേലിയോൻ പുരോഹിതന്മാരുടെ ഞായറാഴ്ചയിൽ ഇന്നത്തെ പരിശുദ്ധ ഏവങ്കേലിയോൻ്റെ വാക്യം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 42 മുതൽ 51 വരെയുള്ള വാക്യങ്ങളാണ്. നിങ്ങൾക്കൊരു ഹോംവർക്ക് തിരുമേനി തരികയാണ്. വൈകിട്ട് അല്ല, ഭവനത്തിൽ ചെന്ന ശേഷം ഞായറാഴ്ച ദിവസമായതിനാൽ നമ്മൾ ഒന്നുകൂടി ആ വാക്കുകളെക്കുറിച്ച് ധ്യാനിക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 42 മുതൽ 51 വരെ. ആകയാൽ നിങ്ങളുടെ യജമാനൻ, അതിലെ ഒരു വാക്യം, എപ്പോൾ വരുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതിനാൽ നിങ്ങൾ ഉണർന്നിരിപ്പി. പ്രിയപ്പെട്ടവരെ, ഇംഗ്ലീഷിൽ വിജിലൻറ്റ് എന്നൊരു വാക്കുണ്ട്. വെർബ് വിജിലൻസ്, നൗൺ. എന്താ വാക്കിൻ്റെ അർത്ഥം? ബി വിജിലൻറ്റ്, ജാഗ്രതയോടെ ഇരിപ്പിന്ന. ഉറങ്ങുന്നവരെ കുറിച്ച് പറയുകയാണ്. ഉറങ്ങിക്കൊണ്ടിരുന്നാൽ പറ്റില്ല, ജാഗ്രതയോടെ ഇരിക്കണം, സൂക്ഷ്മതയോടെ ഇരിക്കണം. ബി വിജിലൻറ്റ്.
അതുകൊണ്ടാണ് പോലീസ് സേനയിൽ വിജിലൻസ് എന്ന് പറയുന്നൊരു സ്ക്വാഡുണ്ട്. എന്താ അവരുടെ ഡ്യൂട്ടി? ഏത് കള്ളനെയും പിടിക്കും, ഏത് കൊള്ളക്കാരനെ, കവർച്ചക്കാരനെ പിടിക്കണം. അതിന് പ്രത്യേകം കൊല ചെയ്യുന്നവരെ ഒക്കെ പിടിക്കണം. അതിന് പ്രത്യേകമായി രൂപീകരിക്കപ്പെട്ട സ്ക്വാഡ്. ആ സ്ക്വാഡിനെ കുറിച്ചല്ല പറയുന്നത്. ആത്മീക ജീവിതത്തിൽ നിങ്ങളുടെയും എൻ്റെയും യജമാനൻ ഒരാൾ മാത്രം. യുവർ മാസ്റ്റർ, മൈ മാസ്റ്റർ, എൻ്റെ കർത്താവ്, മൈ ലോർഡ്, എൻ്റെ കർത്താവ്. അവൻ വരുന്നു, അവൻ വരും. തിരുവചന പുസ്തകത്തിൽ, പരിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അവസാന ചാപ്റ്ററിലെ ഏതാണ്ട് അവസാനത്തെ വാക്യം എന്താ? കർത്താവേ വരണമേ, അല്ലേ? വെളിപാട് പുസ്തകത്തിൽ കർത്താവേ വരണമേ, മാറാനാഥ, സുറിയാനി മാറാനാഥ, കർത്താവേ വരണമേ. ഒരു പൈതല് പ്രാർത്ഥിക്കുകയാണ്, ഒരു കുഞ്ഞ്, എൻ്റെ മാസ്റ്റർ, മൈ ലോർഡ് കം സൂൺ, പെട്ടെന്ന് വരണം, എളുപ്പം വരണമേ. ഇത് സഭയുടെ പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് നമ്മുടെ വാങ്ങിപ്പോയതിനെ കുറിച്ച് നമ്മൾ പറയുന്നത് അവർ ഭാഗ്യവാന്മാരാണ്. കർത്താവിൻ്റെ ഇമ്പമുള്ള മണിയറയിൽ അവർ ഓൾറെഡി പ്രവേശിച്ചു കഴിഞ്ഞു. പ്രവേശിക്കാനിരിക്കുന്നവരാണ് നമ്മളില്ലേ? വാങ്ങിപ്പോയ നമ്മുടെ അപ്പച്ചനും അമ്മച്ചി, നമ്മുടെ ജീവിത പങ്കാളികൾ, നമ്മുടെ കുഞ്ഞിന് വാങ്ങിപ്പോയ എല്ലാവരും അവർ ഓൾറെഡി ദേ ആർ ഇൻ ജീസസ് ഹൗസ്, യേശുവിൻ്റെ ഭവനത്തിൽ. നമ്മൾ ജീവനോടിരിക്കുന്ന സഭ പ്രാർത്ഥിക്കുകയാണ്, നീ വരണമേ, എളുപ്പം വരണേ, താമസിക്കരുതേ. അപ്പോൾ കർത്താവ് പറയുന്നു, താമസിക്കരുതേ, വരണമേ എന്ന് ഓർത്തഡോക്സ് സഭ സ്വർഗീയ ആരാധനയും എല്ലാ കുർബാനയിലും പറയുന്നുണ്ട്. കർത്താവേ വരണമേ, വരണമേ, എളുപ്പം വരണമേ. ഈ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ആരൊക്കെ? പുരോഹിതന്മാരും വിശ്വാസികളും. വരുന്ന ഞായറാഴ്ച ആരുടെ ഞായറാഴ്ച? എല്ലാവർക്കും അറിയാം. ആരുടെ ഞായറാഴ്ച? വാങ്ങിപ്പോയവർ, those who departed, വാങ്ങിപ്പോയ. വരുന്ന ഞായറാഴ്ച നമ്മുടെയൊക്കെ അപ്പച്ചൻ്റെ, അമ്മച്ചിയുടെ, മാതാപിതാക്കളുടെ വാങ്ങിപ്പോടെ കല്ലറയ്ക്കൽ നമ്മളെല്ലാവരും പോകും. സെമിത്തേരി, വിശുദ്ധ കുർബാനയിൽ എല്ലാ കല്ലറയ്ക്കലും ധൂപം വയ്ക്കും. വാങ്ങിപ്പോയ those who departed, അവരും പ്രാർത്ഥിക്കുന്നു. മുന്നമേ കർത്താവ് നിയമിച്ചാക്കി കാര്യവിചാരകന്മാരാണ് പുരോഹിതന്മാർ. അവരെയാണ് സഭ ഓർക്കുന്നത്. വാങ്ങിപ്പോരെ ഓർത്തിട്ട് അതിനടുത്ത ഞായറാഴ്ച എന്താ ചെയ്യുന്നത് സഭ? ഇത് വലിയ നോയമ്പിലേക്കുള്ള പ്രവേശനം. 2 ഞായറാഴ്ച ഒരു വർഷത്തിൽ, ഒന്ന് പുരോഹിതന്മാരുടെ ഞായറാഴ്ച, 2 വാങ്ങിപ്പോയവരുടെ ഞായറാഴ്ച. അത് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച തീർച്ചയായിട്ടും വലിയ നോയമ്പിൻ്റെ 1-ാം ഞായർ, കൊത്തിനെ ഞായറാണ്. പ്രിയപ്പെട്ടവരെ, വലിയ നോയമ്പ് ശ്രേഷ്ഠമായി നോക്കി കർത്താവ് നോറ്റ നോമ്പിനെ മുറുകെ പിടിച്ച് ജീവിതത്തിൽ പുണ്യം ചെയ്തു, ദാനധർമ്മം ചെയ്തു, കർത്താവിൻ്റെ ഇമ്പമുള്ള മണിയറയിൽ പ്രവേശിച്ചവരെ ഓർക്കുകയാണ്. അതാണ് ബോധപൂർവം ഇന്നും വരുന്ന ഞായറാഴ്ചയും വാങ്ങിപ്പോയവരെ, പ്രത്യേകിച്ച് പുരോഹിതന്മാരെ, അടുത്ത ഞായറാഴ്ച വാങ്ങിപ്പോയവരെ ഓർത്തുകൊണ്ട് സഭ വലിയ നോയമ്പിലേക്ക് പ്രവേശിക്കുന്നു. നോയമ്പുമായി ബന്ധപ്പെട്ടതാണ് ഈ 2 ഞായറാഴ്ച. കാരണം എന്താണെന്നറിയാമോ? ഈ നോയമ്പ്, കർത്താവിൻ്റെ നോയമ്പ്, പുണ്യപ്പെട്ട നോയമ്പായി ആചരിച്ച് നമുക്ക് മുമ്പിൽ കർത്താവെ വരണമേ, അങ്ങനെ കർത്താവെ വരണമേ എന്ന് പ്രാർത്ഥിച്ച വാങ്ങിപ്പോയ എല്ലാവരും അവർ ഇമ്പങ്ങളുടെ മണിയറയിൽ കർത്താവിൻ്റെ 2ാമത്തെ വരവിനായി നോക്കി പാർക്കുമ്പോൾ അവരുടെ മക്കളും കൊച്ചുമക്കളുമായ നമ്മൾ കർത്താവെ വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് പറയുന്നു, ആരാണ് ഭാഗ്യവാന്മാർ? തൻ്റെ യജമാനൻ ഇന്ന സമയത്ത് വരുമെന്നറിയാത്തതിനാൽ എന്താ ജാഗ്രതയോടെ ഇരിക്കുക. യേശു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സഭാമക്കൾ,
യജമാനൻ എപ്പോൾ വരുമെന്ന് അറിയാൻ പാടില്ല. കർത്താവ് നല്ലൊരു ഉദാഹരണം പറയുന്നുണ്ട്. കള്ളനെ കുറിച്ച് പറയുന്നു. കള്ളൻ വീട്ടിൽ വരുമെന്ന് ആർക്കറിയാം? കള്ളനെ പിടിക്കുന്നത് ആരാ? ജാഗ്രതയോടെ ഇരിക്കുന്ന വീട്ടുടമസ്ഥൻ. അതാണ് നല്ല ഉദാഹരണമാണ് കർത്താവ്. സിമ്പിൾ, വളരെ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയുകയാണ്. കർത്താവിൻ്റെ വരവ് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അറിയാൻ പാടില്ല. കള്ളൻ ഇന്നയാമത്തിൽ വരുമെന്നറിയാമായിരുന്നുവെങ്കിൽ വീട്ടുടമസ്ഥന് ഉണർന്നിരിക്കുകയും കള്ളനെ പിടിക്കുകയും ചെയ്യും. ഉറങ്ങിക്കിടക്കുന്ന വീട്ടുടമസ്ഥനെ കള്ളൻ വീടും കവർ ചെയ്ത് അവനെ വെട്ടി മുറിവേൽപ്പിച്ചു അല്ലേ? അതെ, കള്ളനെ പിടിക്കാനായി ജാഗ്രതയോടെ ഇരിക്കുന്ന വീട്ടുടമസ്ഥനാണ് മിടുക്കൻ. അവനാണ് വിജിലൻറ്റ്. ബി വിജിലൻറ്റ്. ജാഗ്രതയോടെ ഇരിക്കുക. ഇത് ലോക ജീവിതത്തിലെയാണ്. ആത്മീയ ജീവിതത്തിൽ, ആരാധനാ ജീവിതത്തിൽ, സഭാമക്കളുടെ ജീവിതത്തിൽ, പുരോഹിതന്മാരുടെ ജീവിതത്തിൽ, വാങ്ങിപ്പോയവരുടെ ജീവിതത്തിൽ, ജീവനോടിരിക്കുന്ന നാം എല്ലാവരുടെയും ജീവിതത്തിൽ സ്വർഗീയ മണവാളനായ കർത്താവ് ഏതു സമയത്തും വരാമെന്നുള്ളത് കൊണ്ട് നോയമ്പിനാലും ഉപവാസത്താലും കണ്ണുനീരിനാലും ജാഗരൂകരാവാം. എങ്ങനെയാ ജാഗ്രതയോടെ ഇരിക്കുന്നത്? വിളക്ക് കെട്ടുപോകാതിരിക്കണമെങ്കിൽ എണ്ണയൊഴിക്കണം ഇല്ലേ? ഇവിടെ വിളക്ക് കത്തി, എത്രയോ തിരികൾ കത്തി നിൽക്കുന്നു. എന്തുകൊണ്ടത് കത്തി നിൽക്കുന്നു? അതിൽ എണ്ണയുണ്ട്. എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കും, പ്രകാശിച്ച് ജാഗ്രതയോടെ ഇരിക്കും. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന്, സ്വർഗീയ മണവാളനായ കർത്താവ് യേശുവിനായി നമ്മെ അകറ്റുന്ന പാപങ്ങളോടെല്ലാം സേ ബൈ, വിട, ഗുഡ് ബൈ, സേ ബൈ, അതിനോട് വിട പറഞ്ഞു. നമ്മുടെ പുരോഹിതന്മാരും അപ്പച്ചൻ അമ്മച്ചിയും മാതാപിതാക്കൾ വാങ്ങിപ്പോൾ കാണിച്ചു തന്ന അതേ മാർഗം നോയമ്പ് നോറ്റ് ഉപവസിച്ച് കണ്ണീരോടെ അനുദപിച്ച് അതേ അവരുടെ അടുക്കിലേക്ക് എപ്പോഴും ആര് കടന്നു വരും? സ്വർഗീയ മണവാളനായ കർത്താവ് യേശുവിനെ. ആ മണവാളനെ സ്വീകരിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മക്കൾ ഉറക്കെ പാടുന്നു, ഉറക്കെ പറയുന്നു, ഉറക്കെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ വരണമേ, മാറാനാഥ. ജാഗ്രതയോടെ ഇരിക്കാം. ഉണർവിൽ ഏറ്റവും അധികം ഉണർന്നിരുന്നുകൊണ്ട് നമുക്ക് മുമ്പിൽ വരുന്ന പൈശാചിക ബന്ധനങ്ങൾ, പരീക്ഷ, പ്രലോഭനങ്ങൾ എല്ലാം ചെയ്യുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കും ബലഹീനനായ എനിക്കും വാങ്ങിപ്പോയ നമ്മുടെ മാതാപിതാക്കൾ, ആചാര്യന്മാർക്കും ഒക്കെ സംഗതിയാക്കട്ടെ. പരിശുദ്ധാത്മാവാം ദൈവം ജാഗരൂകരായിരിക്കുവാൻ ഈ പുരോഹിതന്മാരുടെ ഞായറാഴ്ചയിൽ ഈ പരിശുദ്ധ കുർബാനയിൽ നാം അവരെ ഓർക്കുമ്പോൾ ആ കാലടികൾ പിന്തുടരുന്നു. നമുക്കെല്ലാവർക്കും സംഗതിയാകട്ടെ. പ്രാർത്ഥിച്ചു എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ എല്ലാവരും എഴുന്നേൽക്കും. എഴുന്നേറ്റ് നമ്മുടെ ശ്രേഷ്ഠ പിതാവായ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് പെരുമേനിയെ ഇവിടെ പ്രത്യേകമായി ഓർക്കുന്നു. അതോടൊപ്പം വാങ്ങിപ്പോയ എല്ലാ ബാബാതിരുമേനിമാർ, വാങ്ങിപ്പോയ നമ്മുടെ ശ്രേഷ്ഠ എപ്പിസ്കോപ്പ, മെത്രോപൊലിത്തമാർ, പുരോഹിതന്മാർ, ശമ്മാശന്മാർ എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദിനാചാര്യന്മാരും മഹിമേ ദിന്നയവാന്മാരും ഹാലേലൂയ ഹാലേലൂയ. ദിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല് ദിൻദാസൻ ദാവീദിൻ മൂലം കർത്താവിനോട് കരുണയും
സഹായവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതി സദാ നേരത്തിലും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. പാലിക്കുമാർ മൺമേരായ ആചാര്യന്മാരെ തനിക്ക് തിരഞ്ഞെടുക്കുകയും ദിവ്യാധികാരത്താൽ അവരെ അലങ്കരിക്കുകയും ആവശ്യക്കാർക്ക് തന്റെ സമ്പത്തിനെ ഭജിച്ച് കൊടുക്കുവാനായി തന്റെ ശ്രീമണ്ഡലത്തിന്മേൽ അവരെ നിയോഗിക്കുകയും ചെയ്തവനായ കർത്താവിന് സ്തുതി. ഞങ്ങളുടെ പിതാക്കന്മാരെയും പ്രത്യേകമാറോസ്താത്യോസിനെയും ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളാൽ നേരങ്ങളിലും കാലങ്ങൾ സമയങ്ങളിൽ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ഉക്ലഹൂൻ യൗമസോദഹായിൽ ഓൽമീൻ. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ താൽക്കാലിക ആയുസ്സിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന നിന്റെ ദിവ്യ രഹസ്യങ്ങളുടെ ആചാര്യന്മാരുടെയും പ്രത്യേക ഞങ്ങളുടെ പിതാവായ മാറസാത്യോസിന്റെയും ഓർമ്മയെ കഴിക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങൾ നിന്നോടപേക്ഷിക്കുന്നു. പ്രതിപകരം ചെയ്യുവാനായി നീ വരുമ്പോൾ വെടിപ്പോടെ നിനക്ക് ആചാര്യവേല ചെയ്തിട്ടുള്ള നിന്റെ സ്ത്രീഹന്മാരുടെയും അറിയിപ്പുകാരുടെയും കൂട്ടങ്ങളിൽ ഭാഗ്യമുള്ള പ്രതിഫലം നീ അവർക്ക് നൽകണമേ. അവർ ശുശ്രൂഷിച്ചിട്ടുള്ള നിന്റെ വിശുദ്ധ ഉദാശകളുടെ കൃപനിമിത്തം പാതാളത്തിലെ അതിവേദനകളിൽ നിന്നവരെ സ്വതന്ത്രരാക്കണമേ. ഉദാശകൾ മൂലം അവരിൽ സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ആത്മീയ നൽവരങ്ങളിലും ദൈവീക ധ്യാനത്തിലും നിമ്പപ്പെടുവാൻ അവരെ യോഗ്യരാക്കി തീർക്കണമേ. അവർ ദീർഘദർശിമാരോടുകൂടി ആനന്ദിക്കുകയും സ്ലീഹന്മാരോടുകൂടി സ്തുതിക്കുകയും പുണ്യമുള്ള പട്ടക്കാരോടുകൂടി നിന്നെ വാഴ്ത്തുകയും സ്തുതി ചെയ്യുവാകപ്പെട്ട ശുശ്രൂഷകരോടുകൂടെ ഇടപെടാതെ സ്തുതിപ്പ് സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ സ്തോത്രത്തിന്റെ പ്രധാനാചാര്യനായ യേശുമിശിഹാ സ്വർഗീയാദിയാന്മാരുടെ സഭയിൽ പ്രകാശത്തിന്റെ മക്കളോടുകൂടെ അവർ നിന്റെ മുമ്പാകെ കാണപ്പെടുമാറാകണമേ. അവരോടുകൂടെ നിനക്കും വാഴ്ത്തപ്പെട്ടവനായ നിന്റെ പിതാവിനും വിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും ഞങ്ങളെന്നും കരേറ്റുമാറാകണമേ. പാറയ്ക്കുമാർ കടങ്ങൾക്ക് പരിഹാരം പാപങ്ങൾക്ക് മോചനം രണ്ട് ലോകങ്ങളിലും എന്ന് നാം കൈക്കൊള്ളുമാറാകട്ടെ.
ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. വിശുദ്ധ ശരീരരക്തങ്ങൾ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനവകാശം പ്രാപിക്കുന്നതിലേക്കുമായി അനുഭവിക്കുന്നതിന് വേണ്ടി കൂസായോ പ്രാപിക്കുകയോ വിശുദ്ധ കുമ്പസാരം നടത്തുകയോ ചെയ്തിട്ടുള്ള സഭാംഗങ്ങളായ വിശ്വാസികൾക്ക് ഇപ്പോൾ വിശുദ്ധ കുർബാന നൽകുന്നതാണ്. ആ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിൻ്റെ ഒരുക്കത്തിനുള്ള പ്രാർത്ഥന ഇവിടെ ചൊല്ലിത്തരുന്നു. അത് ഏവരും ഏറ്റി ചൊല്ലുകയും ചെയ്യുക. എന്റെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. എന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം എന്റെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും എന്റെ ജീവനുള്ള കാസയാകുന്ന പാനീയത്താൽ എന്റെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. എന്റെ കർത്താവും ദൈവവുമേ,
എന്നേക്കുള്ള വർഗത്തിന്റെ പുതുക്കത്തിനുമായി പരിപാലിക്കുന്നതുമായ ദൈവോത്ര പാപപരിഹാരമുണ്ടാക്കുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്നും നിന്റെ അടിയാർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാതല്ലാത്ത നിന്റെ വലത്ത് തൃക്കൈയിൽ ഞങ്ങൾ കർത്താവിനേക്ക് ഞങ്ങളുടെ ദൈവവുമായുള്ളവർ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി വിലയേറിയ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നു. ഈ ആരാധകരുടെ സംഘത്തെ വാഴ്ത്തണമേ. നമ്മുടെ രക്ഷിതാവായ യേശുമിശിഹാ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേൽ, ഇവയെ കൊടുക്കുന്നവരുടെ മേൽ, ഇവയെ കൈക്കൊള്ളുന്നവരുടെ മേൽ, പരിശ്രമിച്ച് ഇവയിൽ സംബന്ധപ്പെട്ടവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ കർത്താവായ യേശുമിശിഹാ ഞങ്ങൾ ഭക്ഷിച്ചു വന്ന ശരീരം, ഞങ്ങൾ പാനം ചെയ്തു വന്ന ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ ഞങ്ങളെല്ലാവരുടെ മേലും കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ മനുഷ്യ സ്നേഹത്തെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് വന്ദിക്കുന്നു. നീ ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തണമേ. ഞങ്ങളെ സഹായിച്ച് താങ്ങി എഴുന്നേൽപ്പിക്കണമേ. ഈ ആത്മീയ മേശയിൽ നിന്ന് ഞങ്ങൾ സന്തുഷ്ടരായതിന് ഞങ്ങളെല്ലാവർക്കും പാപപരിഹാരവും ആശ്വാസവും നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുകുലസുബാൻ ലുൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി തീർന്ന സത്യ അപ്പമായ മശിഹാ തമ്പുരാനെ, കെടാത്ത അഗ്നി നരകത്തിൽ നിന്നും ചാകാത്ത പുഴുവിൽ നിന്നും ഞങ്ങളുടെ ആത്മശരീരങ്ങളെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായി സ്തുതിയും സ്തോത്രവും പാടുമാറാകണമേ.
ഓശോ വബുകുലസോ ആനുൽമി മാനവരെ പ്രതി യാഗമതായൊരു ശ്രേഷ്ഠാചാര്യ ശലാശന്മാർ പട്ടക്കാരോടു മേൽപ്പട്ടക്കാർ ഇവരുടെ പാപ പിഴകളശേഷം പോക്കിയിടണമേ. ഏറ്റം അണഞ്ഞവരെ സൗഭാഗ്യമേഴും പറുദീസായിൽ സ്വീകാരകനും ബലിയും കർമ്മിയുമാം കരുണാബ്ദേ കർമ്മികളഖിലം മോചനമേകും നിന്നെ നമിപ്പൂ. മോചനമപരാധങ്ങൾ കേകിട്ടവരെ നിന്നോട് ഭോജനം ശാലയിലാക്കുക കരുണ സിന്ധു. ഞങ്ങളുടെ സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ, കർത്താവിൻ്റെ പുണ്യമുണ്ടാക്കുന്ന വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള വാഴ്വുകളോടും വഴിയാഹാരങ്ങളോടും കൂടി വിശുദ്ധി ബൗദ്ധമുള്ള തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ ധരിമേൽപ്പിക്കുന്ന ഈ സമയം സമാധാനത്താലേ പോവുകയും ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചുപോയവരും ജീവനുള്ളവരും കർത്താവിൻ്റെ ജയമുള്ള സ്ലീബായ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസയുടെ റേഷ്മയാൽ മുദ്രകുത്തപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കും. വിശ്വാസികളായ നിങ്ങൾ വാങ്ങിപ്പോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീനനും പാപിയുമായ ദാസനായ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണ കൈക്കൊണ്ട് സഹായിക്കപ്പെടുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലേ പോകും. എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും.